എന്റെ മാതാവിയോട് പറഞ്ഞാലും കേൾക്കത്തില്ല. എന്നാത്തിന് ലീറ്റിങ് ഇരുന്ന് വെയിൽ കൊള്ളുന്ന അതൊക്കെ ഞാൻ ചെയ്യത്തില്ലേ? എന്റെ ചാച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ ഒരെണ്ണൊക്കെ ഉണ്ടാക്കി വെക്കാം അടുത്ത. ഇനി ചാച്ച കല്യാണത്തിന് പോകില്ലേ? കല്യാണത്തിനൊക്കെ അങ്ങോട്ട് പോക്കൂടെ? ഞാൻ ഉണ്ടല്ലേ പോകുള്ളൂ. ചാച്ചേ എന്നാടി പറമ്പില് പന്നി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പന്നിയോ? അവിടെ അനക്കുന്നുണ്ടോ? ചാച്ച ചാച്ച കൊച്ചെ നീ അത് കയറി പോയി, ഞാൻ നോക്കിക്കോളാന്നേ. ചാച്ച നോക്കിപ്പോ കയറി പോയി അത് എന്നാലും കണ്ടല്ലേ ഓടി വന്നോളൂ. ഞാൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററാ. പോസ്റ്റ് മാസ്റ്റർ എന്നാ തുടത്തി കാര്യം? കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? വെള്ളം കുടിക്കാനാണ് ഈ കാടുമല കയറി വന്നേ. ചന്തയിൽ കിട്ടുമായിരുന്നല്ലോ. കിട്ടിയാ പന്നി വെള്ളം കുടിക്കാൻ വന്നിപ്പോണ്ട്. അയ്യോ ഇതാരാ? ചേച്ചി എന്നാ നീ പണ്ടത്തെ വഴി കൂടിയൊക്കെ വന്നേ? ഇപ്പൊ മെയിൻ റോഡിൽ കൂടെ വഴി വെട്ടിയല്ലോ. ഒരു 10 വർഷമായില്ലേ ചാച്ചേ? 10 അല്ലേടി, 8 വർഷമായി. അപ്പം മരിച്ചപ്പോ ഇതുവരെയല്ലേ കൊണ്ടുപോയത്? നീ മറന്നോ? ശരിയാ. ഇവിടുത്തെ പോസ്റ്റ്മാൻ ലീവിന് പോയതാ. ഡെലിവറി ചെയ്യാനുള്ള കത്ത് നോക്കിയപ്പോഴാണ് ഒരു രജിസ്റ്റേർഡ് കണ്ടത്. പിന്നെ ലേറ്റ് ആക്കണ്ടല്ലോ വെച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഏതൊരു മൂപ്പര് എനിക്ക് ഈ വഴി പറഞ്ഞെന്ന്. പണ്ടുള്ള അപ്പച്ചന്മാർക്കൊക്കെ ആ വഴി അറിയത്തുള്ളൂ. ഇപ്പൊ വേറെ വഴിയൊന്നും. പപ്പ ഭരിച്ചിട്ട് ഈ വഴി വരാത്ത ആരെങ്കിലും ഒക്കെ തന്നെയാണ്. എന്തായാലും വല്ലാത്തൊരു ചുറ്റലായിപ്പോയി. ആരാ ഈ റോയ് മാത്യു? ഞാനാ. നോക്കുന്നില്ലേ? വരുമെന്ന് അറിയായിരുന്നേ, പക്ഷെ ഇന്നും വരുമെന്ന് ഓർത്തില്ല. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഇറിഗേഷൻ. ഞാനേ ഇതകത്ത് വെച്ചേച്ചും വരാം. അല്ല, രജിസ്റ്ററിൽ ഒപ്പ്. എന്റെ വണ്ടി ആ റോഡിന്റെ അറ്റത്താ കിടക്കുന്നത്. എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കി തരൂ. ചാച്ചേ, ഈ ചേച്ചിനെ റോഡിലേക്ക് ഒന്ന് ആക്കാവോ? ചാച്ചി പോരും. മൂപ്പർക്ക് വല്ല പ്രശ്നമുണ്ടോ? അതെ, അതെന്നാന്നോ, ഈ ചാച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ലൈൻ ഉണ്ടായിരുന്നേ, സിമി. കോളേജിൽ അവർ ഒരുമിച്ച് പഠിച്ചതാ. ചാച്ചേനെ ഈ ചേച്ചിനെ കാണാൻ നല്ല മാച്ചായിരുന്നു. ചാച്ചാന്നാണോ വിളിക്കുന്നത്? അത് ഈ ചെറുപ്പം തൊട്ടേ ശീലിച്ചതാ. ചേച്ചിക്ക് വെള്ളം വേണോ? വേണ്ട, മതി. എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചയ്ക്ക് നമ്മുടെ ടൗണിൽ തന്നെ ഒരു മൊബൈലിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ചാച്ച ആ ധൈര്യത്തിന് എന്നെ അമ്മച്ചീനെ ആ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി പെണ്ണി ചോദിച്ചു. അവിടുത്തെ അപ്പച്ചനാണെങ്കിൽ ഞങ്ങളുടെ ഈ സെറ്റപ്പ് ഒന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് വലിയൊരു പ്രശ്നമായി. ചാച്ച ആ വാശിക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ദുബായിക്ക് പോയി. കുറേ നാൾ ദുബായിലൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വേറൊരു ഡിമാൻഡ് വെച്ച്. ഈ ദുബായിക്കാർക്കൊന്നും വിലയില്ല, സർക്കാർ ജോലി ഉണ്ടെങ്കിലേ തരുള്ളൂ. ഇയാളെന്തെങ്ങനെ വാക്ക് മാറ്റി പറയുന്നത്? ഞാനും ഈ ചാച്ചയോട് ചോദിച്ചാൽ ഇങ്ങനെ വാക്ക് മാറ്റുന്നവരായിട്ട് നമുക്ക് വല്ല ബന്ധം വേണോ? ചാച്ചയ്ക്കാണെങ്കിൽ അന്ന് മറ്റേ ഈ പ്രേമം കുടുംബരി കൊണ്ടേക്കല്ലേ, നമ്മൾ പറഞ്ഞ വല്ലതും കേക്കോ ചേച്ചി? പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ അമ്മച്ചിയും വെച്ച് ഹാർട്ട് ഡിസീസ് ആയിരുന്നേ. അങ്ങനെ പിന്നെ ചാച്ച തിരിച്ചു വന്ന് PSC പഠിക്കാൻ പോയി. PSCക്ക് നല്ല റാങ്കൊക്കെ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിലൊക്കെ നേരത്തെ വന്നതാ. പക്ഷെ ഇപ്പോഴും അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയേ. അപ്പൊ ആ പെണ്ണോ? അതിന്റെ കല്യാണം ആയിരുന്നേ ഇന്ന്. രസം എന്നാന്നറിയോ, ഈ പെണ്ണിന്റെ കല്യാണ ദിവസം നേരം ചാച്ചയ്ക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടി. എന്നിട്ട് അവള് കിട്ടിയ സർക്കാർ ഉദ്യോഗസ്ഥനാണോ? ഞാനതൊന്നും അന്വേഷിക്കാൻ പോയൊന്നുമില്ല ചേച്ചി. ഞങ്ങളുടെ അമ്മ മരിച്ചപ്പം ഈ ചാച്ചൻ്റെ അടുത്ത് വന്ന് ഒരു വാക്ക് പോലും പറയാത്തവളവള്. പിന്നെ ഞാൻ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്? ചാച്ച പിന്നെ അതിന്റെ പുറകെ പോയില്ല എന്നല്ല, ചാച്ചയ്ക്ക് വേറൊരു വള്ളി വന്നേ. ഈ അമ്മ പോയ പുറകെ പാരമ്പര്യമായിട്ട് ആ ഹൃദയരോഗം എനിക്കാ കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ സർജറി ചെയ്താൽ മാറുമെന്നാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞ് മേലാണെങ്കിൽ വലിയ പണിയൊന്നും എടുക്കരുത്. ഈ ചാച്ചയാണെങ്കിൽ ഇപ്പൊ ഒരു സ്പൂൺ പോലും എടുക്കാൻ സമ്മതിക്കില്ലാന്നേ. അപ്പൊ എവിടെ കാണിച്ചേ? നമ്മുടെ കോട്ടയത്ത്. അയ്യോ, ഞാൻ ചേച്ചിനെ കുറെ നേരം എടുത്ത് കത്തി പറയാല്ലേ. ഈ ചാച്ച എവിടെ പോയി കിടക്ക? ചാച്ചേ, എന്തോ എന്നാ എടുക്കുവാ? ചേച്ചിക്ക് പോണം. എടി വരുന്നടി, ഞാനേ ടൗണിലേക്ക് പോകുന്നു. നിനക്ക് എന്തെങ്കിലും വേണോ? ചാച്ച
ഒരു പാക്കറ്റ് ലേസ് വാങ്ങാവോ? ലേസ് ഒന്നുമില്ല. കണ്ട ചേച്ചി, പിന്നെ എന്നാത്തിനാ ചാച്ചൻ ചോദിച്ചേ? ഒന്ന് വാങ്ങി. ഞാനൊന്ന് മേലെ എഴുതി രാവിലെ തൊട്ട് മുഷിഞ്ഞിരുന്നിട്ടേ. എത്ര നേരം ചാച്ച വെയിറ്റ്? അതേ വരുവാ. പോവാം. അവള് കഥയെല്ലാം വിളമ്പിയല്ലേ. ഇനി എന്താ പ്ലാൻ? ചെയ്യുന്നില്ലേ? പിന്നെ ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ. ആ ചിന്ത നല്ലതാ. രജിസ്റ്റേർഡ് മാറ്റി വെക്കുന്നുണ്ടപ്പോ ഞാൻ ശരിക്കും വിചാരിച്ച് ഇനി ജോയിൻ ചെയ്യൂലെന്ന്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അല്ലെങ്കിലും ജോലി ഉള്ളത് ഒരു ധൈര്യം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായിക്കും. തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വെച്ചത് ഇതൊക്കെ ഒക്കെ വേസ്റ്റായി. പേരെന്നാ പറഞ്ഞ? പേര് പറഞ്ഞില്ലല്ലോ. ഓ, പേര് പറഞ്ഞില്ല അല്ലേ? പേരെന്നാ? അഭിരാമി. അഭിരാമി, ഞാൻ ഒരു സാധാരണക്കാരനാണ്. കാരണവന്മാരായിട്ട് ഇഷ്ടംപോലെ കടവും പ്രാരാബ്ദമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ മോട്ടിവേഷൻ. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് ആ കടവും പിന്നെ നമ്മളെ പറ്റിച്ച കുറച്ച് ആൾക്കാരും അവർ തന്ന കുറച്ച് ഓർമ്മകളൊക്കെ. നമ്മൾ ലൈഫിൽ എന്നായാലൊക്കെ ആയെന്ന് തോന്നുമ്പോഴേ ദൈവന്തരമായ നമ്മുടെ മുന്നിലോട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇട്ട് വരും. അതുകൊണ്ട് പറയും ഫൈറ്റ് ചെയ്ത് അങ്ങനെ നേടിക്കോണം. ഞാൻ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് പപ്പ മരിച്ചത്. അതുവരെ ഞാൻ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. പപ്പ അതിനുള്ള ഇടയുണ്ടാക്കിയിട്ടില്ല. ഫാമിലി മൊത്തം ആ സിറ്റുവേഷൻ അങ്ങ് അഡോപ്റ്റായി. ആ മെൻറ്റാലിറ്റിയെ കൊണ്ട് തന്നെ ടൗണിലൊരു മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയെ അങ്ങ് പോയി. ബാക്കി കുറേ കാര്യങ്ങളൊക്കെ കാന്താരി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവള് പറഞ്ഞു പൊട്ടിയ പ്രേമവും മമ്മിയുടെയും പിന്നെ അവളുടെ ഓപ്പറേഷൻ്റെ ഒക്കെ ശരിയാവും. ഞാൻ ലൈഫിൽ അത്യാവശ്യം മോട്ടിവേറ്റഡാണ്. വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 2-3 വർഷത്തിൽ ലൈഫ് സെറ്റാവും. അതിൻ്റെ ഒരു ശുഭപ്രതീക്ഷയായിട്ടാണല്ലോ അഭിരാമി രാവിലെ അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ട് വന്നത്. വേണമെങ്കിൽ അഭിരാമിക്ക് ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരാം. അയ്യോ വേണ്ട, ആവശ്യത്തിലേറെ മോട്ടിവേഷൻ എൻ്റെ ഈ ബാഗിലുണ്ട്. ഇനിയും ഉണ്ട് കുറേ കുന്നും മലയും കാടൊക്കെ കയറാൻ. ഞാൻ അഭിരാമിയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? അഭിരാമിയുടെ സംസാരം കേട്ടാ അറിയാം അഭിരാമി ഈ നാട്ടുകാരി അല്ലെന്നും സർക്കാർ സംവിധാനത്തിന്റെ പേരിൽ ട്രാൻസ്ഫർ കിട്ടി വന്നതാണോന്നും അല്ല ഈ കാടും മലയും കുന്നിലേക്ക് ഇനി വേറെ വല്ല ഉദ്ദേശം കൊണ്ടുവന്നാണോ? ഇതൊക്കെയല്ലേ. ഇനി കാണുമ്പോൾ പറയാനും പരിചയം പുതുക്കാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് വേണം. പോവാ. അതെന്റെ ഇളയപ്പൻ. അതെന്റെ വണ്ടി. ഞാൻ ഒരു സിനിമ ഡയലോഗ് പറയട്ടെ. നമ്മൾ ഒരേ തൂവൽ പക്ഷിയാണ്. അതായത് ഇനി നമ്മൾ കാണുമ്പോൾ ഞാൻ പറയുന്ന കാര്യം റോയ്ക്ക് കണക്ട് ആവും.